നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ബീഹാറിന് പിന്നാലെ കേരളവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചൂടിലേക്ക് കടക്കുകയാണ്. ആദ്യം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. അതിന്റെ പിന്നാലെ നിയമസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പും നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ മാസത്തിൽ നടക്കുമെന്നാണ് ഏറെക്കുറെ വിലയിരുത്തപ്പെടുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സർക്കാരിന് ഇനി ശേഷിക്കുന്നത് കേവലം 6 മാസങ്ങളും ഏതാനും ദിവസങ്ങളും മാത്രമാണ്. 2026 മെയ് 23 വരെ ഈ നിയമസഭയ്ക്ക് കാലാവധി ഉണ്ട് എങ്കിലും അതിനു മുൻപ് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കണം. കേരളത്തിലെ പ്രബലമായ 2 മുന്നണികൾ ഏതൊക്കെ സീറ്റിൽ ആരൊക്കെ നിർത്തണം എന്നുള്ള തീരുമാനങ്ങൾ ഏറെക്കുറെ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കരുതുന്നത്. അതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയിരിക്കുന്ന അസാധാരണമായ നീക്കങ്ങൾ. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോരുകളും മൂപ്പിള തർക്കങ്ങളും പ്രബലമാകുകയും ശീതസമരങ്ങൾക്കും പരസ്യ വിഴുപ്പലക്കലുകൾക്കും ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന പതിവെല്ലാം കോൺഗ്രസ് ഇത്തവണ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ക്രമീകൃതമായ നീക്കങ്ങളോടെ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതുതന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ദൃഷ്ടാന്തം തന്നെയാണ്. ഇനി വരുന്ന തലമുറയിൽ ആർക്കും അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയാത്ത റെക്കോർഡ് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയൻ എഴുതി ചേർത്തത്. 1969 1970 ഒക്ടോബർ 4 മുതൽ അങ്ങോട്ട് 1977 മാർച്ച് 25 വരെയുള്ള കാലഘട്ടങ്ങളിൽ തുടർച്ചയായി 2364 ദിവസങ്ങൾ കേരളം ഭരിച്ച സി അച്യുതമേനോന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് പുതിയ റെക്കോർഡ് തന്റെ പേരിലേക്ക് പിണറായി വിജയൻ എഴുതി ചേർത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികൾക്ക് പോലും അത്ര പ്രതിപത്തി പോരാത്ത പിണറായിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന്റെ ജനപ്രീതി ഉപയോഗിച്ച് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സ്ട്രാറ്റജിക്കൽ മൂവോടെയാണ് പിണറായി 2016 തെരഞ്ഞെടുപ്പിൽ അധികാരസ്ഥനായത്. മുഖ്യമന്ത്രിയാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച VS ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനത്താണ് ഇരിക്കേണ്ടി വന്നത്. എന്നാൽ ഒന്നാം ഭരണത്തിന്റെ അവസാനത്തോടെ പടർന്നു പിടിച്ച കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ അനുകൂലമാക്കി മാറ്റാനും വീണ്ടും അധികാരത്തിൽ എത്താനും പിണറായി വിജയന് ഒത്തിരിയൊന്നും പണിപ്പെടേണ്ടി വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴത്തെ ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവ സമ്പന്നരായവരെ എല്ലാം വെട്ടിയൊതുക്കിയിട്ട് തന്റെ അജ്ഞാനുവർത്തികളെ മാത്രം കുത്തി നിറച്ചുകൊണ്ടുണ്ടാക്കിയ സർക്കാർ നാനാവിധ കെടുകാര്യസ്ഥതകളുടെ കേളീരംഗമായി മാറുകയും കടുത്ത വിവാദങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴാണ് ഈ പടിയിറക്കമുണ്ടാവുന്നത്. ഇനി പിണറായി വിജയന്റെ തേരോട്ടത്തെ മറികടന്നുകൊണ്ട് കേരളത്തിൽ അധികാരം പിടിച്ചടക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ എന്നത് കുലങ്കുഷമായ ചർച്ചയ്ക്ക് കളമൊരുക്കുന്ന ചോദ്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അധികാര കൊതിയന്മാരുടെ ഒരു നിര തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുണ്ടെങ്കിലും അവരെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കച്ചി തൊടുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എന്നാൽ എല്ലാ മുന്നണികളും കേരളത്തിലെ എല്ലാ സമുദായങ്ങളും കേരളത്തിലെ സ്ത്രീകളും വിദ്യാർത്ഥികളും എല്ലാം തങ്ങളുടെ മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫിഗർ കോൺഗ്രസിലുണ്ട്. അത് സാക്ഷാൽ വിശ്വപൗരനായ ശശി തരൂരാണ്. എന്നാൽ കടൽക്കിഴവന്മാരെയും അമ്മാവന്മാരെയും മാത്രം പരിഗണിച്ച് ശീലമുള്ള കോൺഗ്രസ് പാർട്ടി മൻമോഹൻ സിംഗിനെ പോലെയുള്ള ദീർഘദർശിയായ ഒരു മസ്തിഷ്ക മല്ലൻ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച തരൂരിന്റെ ഒരു സാധ്യതയെ പോലും പ്രയോജനപ്പെടുത്താൻ ഇന്നുവരെ കൂട്ടാക്കിയിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായ വസ്തുത. എന്നാൽ പ്രധാനമന്ത്രി മോദി തരൂരിനെ രാജ്യത്തിന്റെ നിർണായകമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഏത് വഴിത്തിരിവിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ നിശ്ചയമൊന്നും ഇല്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഏതായാലും BJP വലിയ മുന്നേറ്റം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വമ്പിച്ച ഭൂരിപക്ഷത്തിന്റെ വിജയവും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തരൂരിനെതിരെ നടത്തിയ മുന്നേറ്റവും രണ്ടാം സ്ഥാനത്തേക്കാൾ മിന്നുന്ന 3ാം സ്ഥാനവുമായി ആറ്റിങ്ങലിൽ V മുരളീധരൻ നടത്തിയ അതിശക്തമായ നീക്കങ്ങളുമെല്ലാം അതിന് ഒരു തെളിവാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരണം തുടരുന്ന സാഹചര്യം വന്നാലും മറിച്ച് കോൺഗ്രസ് കയറിപ്പറ്റിയാലും ക്രൈസ്തവ സമൂഹത്തിന്റെ കാര്യം കോരന്റെ കുമ്പിളിലെ കഞ്ഞി തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അധികാരത്തിന് വേണ്ടി ഈ 2 മുന്നണികളും പ്രീണിപ്പിച്ച് കൂടെ നിർത്തുകയും തങ്ങൾ കൂടെയുണ്ടെന്ന് കൈയടിച്ച് പറയുകയും മമത കാട്ടുകയും ചെയ്യുന്നത് ഇസ്ലാമിക ഭൂരിപക്ഷത്തോട് മാത്രമാണ്. അതുമാത്രമല്ല 10 കൊല്ലം പിണറായി ഭരിച്ചപ്പോഴും അത്രയും കാലം കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരുന്നപ്പോഴും ക്രൈസ്തവ സമൂഹത്തിന് കിട്ടിയത് കടുത്ത അവഹേളനങ്ങളും അവഗണനയും തലവേദനയും മാത്രമായിരുന്നു.
അതിപ്പോൾ പാലാപിതാവിനെതിരെ ഇസ്ലാമിസ്റ്റുകൾ തികച്ചും അനാവശ്യമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ചുവട് പിടിച്ച് ഇടതരും വലതരും നടത്തിയ വെല്ലുവിളികൾ മുതൽ ഇങ്ങോട്ട് എണ്ണി എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും കിടക്കുകയാണ്. കുറവിലങ്ങാട് പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധമായി പരിശുദ്ധ കുർബാന മധ്യേ ഇടവകാംഗങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കണികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് പിതാവ് അന്ന് ചെയ്തത്. എന്നാൽ അത് ഞങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപമാണ് എന്ന് കാട്ടിക്കൊണ്ട് തീവ്ര ഇസ്ലാമിക ശക്തികൾ തുടങ്ങിവെച്ച കലാപത്തിന്റെ മെറിറ്റ് പരിശോധിക്കാതെ ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം നിന്ന് ക്രൈസ്തവരെ ഒറ്റപ്പെടുത്താനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും കോൺഗ്രസ് പാർട്ടിയും അന്ന് ശ്രമിച്ചത്. പാലാപിതാവിനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണമെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ഉത്സാഹം കാട്ടിയപ്പോൾ അതിനൊത്തവണ്ണം താളമിട്ടുകൊണ്ട് കലാപകാരികളെ പിന്തുണയ്ക്കുന്ന നയം തന്നെയായിരുന്നു ഇടതുപക്ഷവും കാട്ടിയത്. അന്ന് ക്രൈസ്തവരെ സുഖിപ്പിച്ച് വോട്ട് തട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി 2021 തെരഞ്ഞെടുപ്പിന് മുൻപാണ് പിണറായി സർക്കാർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ ചെയർമാനാക്കിക്കൊണ്ട് ക്രൈസ്തവരുടെ ദുരവസ്ഥകളെ കുറിച്ച് പഠിച്ച് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ട് റിപ്പോർട്ടുണ്ടാക്കിയത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നാൽ പുറത്തുവിടാനോ നടപ്പിലാക്കാനോ ശ്രമിക്കാതെ കഴിഞ്ഞ 5 കൊല്ലങ്ങൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് പൂഴ്ത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി അടയിരിക്കുകയായിരുന്നു പിണറായിയും കൂട്ടരും ചെയ്തത്. വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് എങ്കിലും ഇസ്ലാമിക സമൂഹത്തിന്റെ സമഗ്രമായ ഉദാഹരണം ലക്ഷ്യമാക്കി മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന് ചുവട് പിടിച്ച് കേരളത്തിലെ ഇടത് സർക്കാർ പാലോളി കമ്മിറ്റിയെ ഇറക്കി ആ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടതിലധികം വാരിക്കോരി തട്ടിയപ്പോൾ 80-20 എന്ന സംവരണ റേഷ്യോ കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനിട്ട് പണിയാനുള്ള നീക്കങ്ങളാണ് അന്ന് നടത്തിയത്. അതിനെതിരെ ക്രൈസ്തവ സമൂഹം സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി അനുകൂലമായി വിധി സമ്പാദിച്ചില്ലായിരുന്നു എങ്കിൽ ക്രൈസ്തവരുടെ സ്ഥിതി തന്നെ അമ്പേ സൈഡായി പോകുമായിരുന്നു എന്ന കാര്യത്തിന് ഒരു തർക്കവുമില്ല. ഒന്നാം പിണറായി സർക്കാരിൽ ന്യൂനപക്ഷ മന്ത്രിയായിരുന്നത് കടുത്ത ഇസ്ലാമിക നിലപാടുള്ള മുൻ സിമി പ്രവർത്തകൻ KT ജലീലായിരുന്നു. അനുകൂലങ്ങളെല്ലാം ഏകപക്ഷീയമായി ഇസ്ലാമിക സമൂഹത്തിന് ഈടാക്കാനുള്ള ജലീലിന്റെ നീക്കത്തിനെതിരെ ക്രൈസ്തവ സമൂഹം അന്നേ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ഓംബുഡ്സ്മാന്റെ കയ്യിൽ നിന്ന് തിരിച്ചടിയേറ്റ് മന്ത്രിപ്പണി തെറിച്ച ജലീലിന്റെ കയ്യിൽ നിന്ന് ന്യൂനപക്ഷ വകുപ്പ് തിരിച്ചെടുത്ത് കയ്യിൽ വെച്ച പിണറായി വലിയ പ്രതിഷേധം ശമിച്ച നേരം നോക്കി ജലീലിനേക്കാൾ വീര്യം കൂടിയ ഇസ്ലാമിക നിലപാടുള്ള അബ്ദുറഹ്മാന്റെ കയ്യിലേക്ക് ന്യൂനപക്ഷ വകുപ്പെടുത്ത് കൊടുക്കുകയായിരുന്നു. ഈ മന്ത്രിസഭയിൽ വീണ ജോർജ്, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ തുടങ്ങിയ ക്രൈസ്തവ നാമധാരികൾ ഉണ്ടായിരുന്നു എങ്കിലും ഈ ടേമിലും മുസ്ലിം മന്ത്രി തന്നെയായിരുന്നു ഈ വകുപ്പ് ഭരിച്ചത്. വിഴിഞ്ഞത്തെ ക്രൈസ്തവ ഭൂരിപക്ഷമായ മത്സ്യത്തൊഴിലാളികൾ കിടപ്പാടത്തിന് വേണ്ടി നീണ്ട മാസങ്ങൾ സമരം ചെയ്തപ്പോൾ സമരക്കാരെ അവഗണിച്ചും സമരക്കാരെ നയിച്ച ക്രൈസ്തവ വൈദികരെ പുലഭ്യം പറഞ്ഞും ആ സമരത്തെ അടിച്ചമർത്താനായിരുന്നു ഈ സർക്കാർ ഉത്സാഹം കാണിച്ചത്. ക്രൈസ്തവരുടെ ഒപ്പം നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഈ സർക്കാരിൽ ആരും ഉണ്ടായിരുന്നില്ല. ജോസ് കെ മാണി മാത്രമായിരുന്നു അതിന് നേരിയ ഒരു അപവാദം. എന്നാലും അത് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ചു പോവുകയാണ്. ഏതായാലും സമരത്തെ അടിച്ചമർത്താനായിരുന്നു പിണറായിക്കും കൂട്ടർക്കും താല്പര്യം. ക്രൈസ്തവ സന്യസ്തരെ അവഹേളിക്കുന്ന കക്കുകളി നാടകം തട്ടിൽ ആടിയപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും മന്ത്രി വാസവനുമൊക്കെ മുന്നിൽ തന്നെ ഇരുന്ന് അത് ആസ്വദിച്ചു. ക്രൈസ്തവർ പ്രതിഷേധിച്ചപ്പോൾ അവരോടൊപ്പം നിൽക്കാനുള്ള ഒരു താല്പര്യവും ഇവർ കാട്ടിയില്ല. കാസർഗോഡുകാരനായ മുസ്തഫ തിരുസ്വരൂപങ്ങൾ അടങ്ങിയ പുൽക്കൂട് നശിപ്പിച്ചതും പരിശുദ്ധ ബൈബിൾ കത്തിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. അപ്പോഴൊന്നും വ്രണിതമാക്കപ്പെട്ട ക്രൈസ്തവ വികാരത്തിനൊപ്പം നിന്ന് ഒരു വാക്കുപോലും പറയാൻ ഭരണകൂടമോ പ്രതിപക്ഷമോ തയ്യാറായില്ല. ഊർജിതമായ ഫയൽ തീർപ്പിന്റെയും മറ്റും പേരിൽ ക്രൈസ്തവരുടെ വിശുദ്ധ ദിനമായ ഞായറാഴ്ചയിലും ദുക്രാന തിരുനാളിന്റെ അന്നുമൊക്കെ പ്രവൃത്തി ദിവസമാക്കിയും ക്രിസ്തുമസ് അവധി ദിവസങ്ങളിൽ NSS ക്യാമ്പ് ക്രമീകരിച്ചും ഈ സർക്കാർ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കി വെച്ച അസ്വസ്ഥതകൾ അത്ര ചെറുതൊന്നുമല്ല. പിന്നെ വഖഫ് അധിനിവേശത്തിനെതിരെ ക്രൈസ്തവർ മുനമ്പത്ത് സമരം ചെയ്തപ്പോൾ ആ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇടതരും വലതരും നടത്തിയ ഹീനമായ കളികൾ ക്രൈസ്തവർ ഒരിക്കലും മറക്കാനിടയില്ല. മുനമ്പത്തെ 600-ലധികം കുടുംബങ്ങൾ വഴിയാധാരമായാലും വേണ്ടില്ല വഖഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ ഇടതരും വലതരും അടങ്ങുന്ന കേരളത്തിലെ MLA-മാരെല്ലാം ചേർന്നായിരുന്നു അതിനെതിരെ പ്രമേയം പാസാക്കി വിട്ടത്. ഒടുവിൽ കേന്ദ്ര സർക്കാർ ആ ബില്ല് പാസാക്കിയപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ ക്രൈസ്തവ ദ്രോഹത്തിന്റെ ചരിത്രമാണ് ഇടതരും വലതരും ഈ വർഷങ്ങളിൽ ചമച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ പൂഞ്ഞാർ പള്ളിമുറ്റത്തിട്ട് ആറ്റുചാലിൽ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ദാരുണമായ ആ സംഭവം അരങ്ങേറിയപ്പോൾ കുട്ടി ക്രിമിനലുകളെ സംരക്ഷിക്കാനും ക്രൈസ്തവ വികാരത്തെ അവഗണിക്കാനുമായിരുന്നു ഇടതരും വലതരും അന്നും ശ്രമിച്ചത്. ആ സമയത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഉൾപ്പെട്ട പത്തനംതിട്ട മണ്ഡലത്തിൽ എത്തിയ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന മുൻ മന്ത്രി തോമസ് ഐസക്
ആ ക്രിമിനലുകളെ വെള്ളപൂശിയപ്പോൾ വൈദികന്റെ നിലവിളി കേട്ട് ഓടി വന്ന ഇടവക അംഗങ്ങളെ കലാപകാരികളാക്കുവാനായിരുന്നു ടിയാൻ ശ്രമിച്ചത്. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുവാനും പിടിച്ചടക്കുവാനുമുള്ള ചിലരുടെ സംഘടിതമായ നീക്കം നടന്നപ്പോൾ കേരളത്തിലെ സർക്കാരും പ്രതിപക്ഷവും സംഘടിത ശക്തികൾക്കൊപ്പമായിരുന്നു നിന്നിരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പൈങ്ങോട്ടൂർ സ്കൂളിലും നടന്നത് അത് തന്നെയാണ്. പിന്നെ കളമശ്ശേരിയിലെ ആശ്രമത്തിൽ ക്രിമിനലുകളുടെ അധിനിവേശം നടന്നപ്പോഴും ഒടുവിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് വിവാദമുണ്ടായപ്പോഴും ഈ സർക്കാരും പ്രതിപക്ഷവും ക്രൈസ്തവ വികാരത്തെ മാനിച്ചില്ല എന്ന് മാത്രമല്ല, അധിനിവേശ ശക്തികൾക്ക് താളം ഇട്ടുകൊണ്ട് കടുത്ത അസ്വസ്ഥതയാണ് ക്രൈസ്തവർക്ക് സമ്മാനിച്ചത് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. ഈ വിഷയങ്ങൾ ഷെക്കേന ചർച്ച ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഫാദർ റോയി വടക്കേക്കുറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിയുമ്പം രാഷ്ട്രീയ പാർട്ടികൾ വളരെ ബോധപൂർവമായിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഒരു മാസത്തിനുള്ളിൽ നടക്കും. കുറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും, കുറെ വിവാദങ്ങൾ ഉണ്ടാകും, കുറെ ലോക്കൽ ഇഷ്യൂസ് കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളൂടെ വന്നു കഴിയുമ്പം ആളുകൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ വല്ലാത്തൊരു പുകമറയ്ക്കുള്ളിലായി പോകും. എന്താണ് സത്യം എന്ന് പോലും തിരിച്ചറിയാനാവാത്ത തരത്തിലുള്ള ഒരു സാധനം വരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു അതിപ്രസരം ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ 4.25 വർഷം അല്ലെങ്കിൽ ഈ 4 വർഷവും 10 മാസവും ഇവരെന്താ ചെയ്തതെന്നുള്ളത് അങ്ങോട്ട് മറന്നുപോയിട്ട് അവസാനത്തെ 1.5 മാസം വെച്ച് മാത്രം വിധി എഴുതുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം നമ്മൾ പോലും ചിലപ്പോൾ അങ്ങനെ ഈ അവസാന കാലഘട്ടം മാത്രം മറന്നു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെങ്ങോ സംഭവിച്ച പഴങ്കഥയായിട്ട് മറ്റൊന്ന് മറന്നു പോവുകയും മറ്റൊന്നങ്ങനെ മറക്കുകയും ഇപ്പോഴുള്ള 2-3 ഇൻസിഡൻസ് വെച്ച് മാത്രം വിധി എഴുതുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. എന്നുവെച്ചാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ക്രൈസ്തവ സമൂഹം നാളെ എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം എന്താണെന്ന് വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ക്രൈസ്തവര് പലയിടങ്ങളിലും അവരുടെ ഒരു തനിമ കാണിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നിലപാടുകൾ ആർജവത്തോടെ പറഞ്ഞായിരുന്നു. അതിന്റെ ഗുണം പിന്നീട് ഉള്ള നമ്മുടെ ചുരുങ്ങിയ വർഷം ക്രൈസ്തവർക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടുന്ന തലത്തിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഇപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർഗീയ ശക്തികളൊന്നുമല്ല. നമ്മൾ ഒരിക്കലും വർഗീയത പറയത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ദുരന്ത മുഖത്തൊക്കെ ആയിരിക്കും നമ്മൾ ഒരിക്കലും ഒരു വർഗീയതയോ മറ്റോ കാര്യങ്ങളോ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷെ ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടണം, നമുക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ കിട്ടണം, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സമുദായത്തിൻ്റെതായ ചില നിലപാടുകൾക്ക് അംഗീകാരം കിട്ടണം. അപ്പൊ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോവുകയും അപ്പൊ നമ്മൾ ഒരു ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ നമ്മൾക്ക് എന്തായിരുന്നു ഈ ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളും എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണി നല്ലതാണ് മോശമാണെന്ന് നമുക്ക് പറയാനാവില്ല. അവരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറ്റുന്നത് പോലെ അവരെ ഉപദ്രവിച്ചിട്ടുമുണ്ട്, സാധിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കണ്ണു തുറന്ന് നമ്മളുടെ മാധ്യമ ലോകത്തേക്ക് അല്ലെങ്കിൽ വാർത്താ ലോകത്തേക്ക് കണ്ണു തുറന്ന് നോക്കാനുള്ള ഒരു ആർജവത്വം നമ്മുടെ വോട്ടേഴ്സിന് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്ക് നമ്മുടെ നിലപാടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിനകത്ത് സമുദായം എന്ന നിലയിൽ സമുദായത്തിൻ്റെതായ അവകാശങ്ങൾക്ക് ഒരു പ്രത്യേകമായ സ്പേസ് ഉണ്ട്. ആ സ്പേസ് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ ഇടതരോ വലതരോ അധികാരത്തിൽ വന്നാൽ ക്രൈസ്തവർക്ക് വേണ്ട ഒരു പരിഗണനയും നൽകത്തില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ നാളുകളിലെ ചില അനുഭവങ്ങൾ തന്നെ ധാരാളമാണ്. ഇനി വരുന്ന നാളുകളിലും ക്രൈസ്തവരെക്കാൾ ഓട്ടോഹരിയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യങ്ങൾക്ക് മാത്രം വലിയ പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ഇവർ കാര്യങ്ങൾ നീക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കാര്യം ലീഗിലെ KN ഷാജി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഷാജി പറഞ്ഞത് കോൺഗ്രസിനെ ആശ്രയിച്ചാണ് എങ്കിലും ഇടതുപാളയത്തിൽ അതേ ചിന്താഗതിക്കാർ നിരവധിയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാം നമ്മളത് കണ്ടതാണ്. ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം കേരളത്തിലെ ക്രൈസ്തവർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. അല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കാക്കപ്പൊന്നുകൾ കുത്തിനിറച്ച ക്ലീഷേ സമ്മാന പൊതികളുമായി ക്രൈസ്തവ സമൂഹത്തെ പിടിക്കാനിറങ്ങുന്ന കണ്ണിങ് പൊളിറ്റീഷ്യന്മാരുടെ സ്ക്രൂ ചെയ്തു വെച്ചിരിക്കുന്ന ചിരിക്കു മുന്നിൽ കീഴടങ്ങി പോയാൽ അവഗണനയും പിന്നെ ആട്ടും തുപ്പും സഹിച്ച് ചിലർക്ക് വേണ്ടി സൈഡാക്കുന്നതും അനുഭവിച്ച് ക്രൈസ്തവർ മുന്നോട്ട് പോകേണ്ടി വരുമെന്ന കാര്യം കൃത്യമായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ടി ദേവപ്രസാദ് ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക. രാഷ്ട്രീയം കേരളത്തിലെ സമസ്ത മേഖലകളെ ബാധിച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയക്കാരുടെ സഹായം വേണം. അപ്പൊ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി നിന്നാൽ ഇപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് കോശി കമ്മീഷൻ വേണം. കോശി കമ്മീഷൻ വന്ന റിപ്പോർട്ട് വേണമെങ്കിൽ എന്ത് വേണം? ഈ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ തീരുമാനിക്കണം, അല്ലെ? ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ തലമുറയെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം.
ആ സഹായം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ അവിടെയും പിന്നെ സർവ്വദേശീയവും പറഞ്ഞു, ഈ പറഞ്ഞ പോലെ എല്ലാവരെയും സഹായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്ത്യാനിക്ക് കൊടുക്കാം. നമ്മൾ അങ്ങനെ ചാരിറ്റി വലിയ സ്നേഹത്തിന്റെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള നിലപാടുകളും കൂടെ പറയാം. അത് കേൾക്കുമ്പോഴത്തേനും നമ്മളോട് താല്പര്യമായിട്ട് നിൽക്കുന്നവരും കൂടെ അങ്ങോട്ട് ഇത് ആണെങ്കിൽ പിന്നെ അവരുടെ കൂടെ നിന്നാൽ പോലെ. നമ്മൾ ചിന്തിക്കണമെങ്കിൽ, നമ്മുടെ സമുദായം വളരണമെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ ആധിപത്യം ഭരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ചിന്തിക്കണം. ഗൗരവമായി പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ആധുനിക ക്രൈസ്തവ തലമുറകൾ. പഠനശേഷം നല്ല ജോലി ലഭിച്ചാൽ ആ രാജ്യത്ത് തന്നെ തുടരാനാണ് പലപ്പോഴും അത്തരക്കാർ തയ്യാറാകുന്നത്. കേരളത്തിൽ ജോലി സാധ്യതയുള്ള കോഴ്സുകളോ മെച്ചപ്പെട്ട വേതനമുള്ള തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ കഴിയാത്ത സാഹചര്യം തുടരുന്നതിനാൽ തലമുറകളുടെ ഈ കൊഴിഞ്ഞുപോക്ക് ക്രൈസ്തവർക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കുടിയേറ്റം തടയാൻ അധികാരത്തിലിരിക്കുന്നവർ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആശങ്ക തന്നെയായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ഒരു സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് വ്യക്തമാക്കിയത്. അത്തരം കാര്യങ്ങളിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങളും പരിഹാരങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടതാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നാണ് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നാമും നമ്മുടെ തലമുറകളും ഈ ഭൂമിയിൽ തുടരുകയും നമ്മുടെ കൈകളിൽ വോട്ടവകാശം നിലനിൽക്കുകയും ചെയ്യുന്ന കാലത്തോളം ഇതൊക്കെ അനിവാര്യമാണ്. ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ഓർത്തിരിക്കുക. അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരമായ ന്യൂയോർക്കിലെ മേയറായി ആദ്യമായി ഒരു ഇന്ത്യൻ വംശജനും ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട വ്യക്തിയുമായ സൊഹ്റാം മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇടത് ഇസ്ലാമിക സ്വതന്ത്ര ആശയങ്ങളുടെ വക്താവായി രംഗത്ത് വന്ന മംദാനി അതേ നിലപാടുകളുള്ള സംഘടിത ശക്തികളുടെ കയ്യിൽ നിന്ന് മറിഞ്ഞ കനത്ത ഫണ്ടുകളുടെ സഹായത്തോടെയാണ് ന്യൂയോർക്കിൽ മേയറായി ജയിച്ചു കയറിയിരിക്കുന്നത്. 7ാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ 2018 മാത്രം അമേരിക്കൻ പൗരത്വം ലഭിച്ച കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരന്റെ നേട്ടത്തെ വാനോളം ഉയർത്താൻ പലരും മത്സരിക്കുമ്പോൾ അതൊരു ക്രമീകൃതമായ അജണ്ടകളുടെ കൃത്യമായ നിറവേറൽ തന്നെയാണ് എന്ന് പറയാൻ തെല്ലും ആശങ്കയില്ല. കാരണം പാകിസ്ഥാനിയായ സാദിഖ് ഖാനെ ഇറക്കി ലണ്ടൻ നഗരം പിടിച്ചെടുത്തതിന്റെ പിന്നാലെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരം പിടിച്ചെടുക്കാനുള്ള ഇസ്ലാമിക പൊളിറ്റിക്സ് നയങ്ങളുടെ ശക്തമായ നിറവേറൽ തന്നെയാണ് മംദാനിയുടെ വിജയത്തിന്റെ പിന്നിലും. യാഥാസ്ഥിതിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അമേരിക്കയുടെ മൂല്യച്യുതികൾക്ക് കാരണമാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ അമേരിക്കയിൽ നിന്ന് അടിച്ചു പുറത്തിറക്കി അവിടെ ശുദ്ധികലശം നടത്താനൊരുങ്ങുന്ന ട്രംപ് മംദാനിയെ തോൽപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയെങ്കിലും 10 ലക്ഷത്തോളം പോകുന്ന ഇസ്ലാമിക വോട്ടുകളുടെയും കൂടാതെ അമേരിക്കയ്ക്ക് അഭംഗിയായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെയും പിന്നെ ലോകത്ത് നിന്ന് തന്നെ അഭംഗിയായ ഇടതുപക്ഷക്കാരുടെയും LGBTകളുടെയും വോട്ടിന്റെ പിൻബലത്തിലും പണിയെടുക്കാൻ മടിയുള്ളവന്മാർക്ക് വരുമാനം തരാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളുടെയും പിൻബലത്തിലായിരുന്നു മംദാനി ജയിച്ചു കയറിയത്. 1998 തന്റെ 7ാമത്തെ വയസ്സിൽ ഉഗാണ്ടയിൽ നിന്ന് കുടിയേറ്റക്കാരനായി വന്നയാളാണ് മംദാനി. അദ്ദേഹത്തിന്റെ അച്ഛൻ എഴുത്തുകാരനും അമ്മ കാമസൂത്ര, മിസിസിപ്പി മസാല, മൺസൂൺ വെഡിങ് എന്നിങ്ങനെ വിവാദമായ സിനിമകൾ സംവിധാനം ചെയ്ത ഇന്ത്യൻ വംശജയായ മീര നയ്യാരുമാണ്. അമേരിക്കൻ പൗരത്വം നേടിയിട്ട് കേവലം വിരലിൽ എണ്ണാവുന്ന വർഷങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ ന്യൂയോർക്ക് പോലെയുള്ള പ്രധാനപ്പെട്ട നഗരത്തിന്റെ മേയറായി ജയിച്ചു കയറുക എന്നത് ശ്രമകരമായ കാര്യം തന്നെയാണ്. അത് മംദാനിക്ക് കഴിഞ്ഞു എങ്കിൽ അതിന്റെ പിന്നിൽ അതിശക്തമായ ഡീപ് സ്റ്റേറ്റ് കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അതുകൂടാതെയാണ് ന്യൂയോർക്കിലെ കുടിയേറ്റക്കാരായ ബാപ്റ്റിസ്റ്റുകളെ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രകടന പത്രികയുമായി മംദാനി അവരുടെ ദൗർബല്യത്തിൽ തന്നെ പിടിമുറുക്കിയത്. സൗജന്യ ബസ് യാത്രയും 2 ലക്ഷം വീടുകളും നൽകാമെന്നും കുറഞ്ഞ സമയത്തെ ജോലിക്ക് മെച്ചപ്പെട്ട മിനിമം വേജും ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന മംദാനിക്കൊപ്പം അവർ കൂടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ സ്വവർഗ അഴിഞ്ഞാട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ LGBTകൾക്ക് വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങുമെന്നുമൊക്കെ പറഞ്ഞതിൽ ജനങ്ങൾ വീണു എന്നതാണ് വാസ്തവം. എന്നാൽ ഇതൊക്കെ നടക്കുമോ എന്ന കാര്യം മാത്രമാണ് ഇനി കണ്ട് അറിയാനുള്ളത്. ഇന്ത്യൻ വംശജൻ എന്നൊക്കെ ഇയാളെക്കുറിച്ച് ചിലരൊക്കെ വായാടുന്നുണ്ട് എങ്കിലും നമ്മുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യയുടെ മരുമക്കളായ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകോ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസോ ഒന്നും കാണിക്കുന്ന ഒരു ബഹുമാനവും പരിഗണനയും ഇയാൾ ഇന്നുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ചില സംഘടിത ശക്തികൾ ആസൂത്രിതമായി ഉണ്ടാക്കിയ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും എല്ലാ ഇസ്ലാമിസ്റ്റുകളെയും പോലെ പാകിസ്ഥാന്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ വക്താവ് കൂടിയാണ് ഈ മംദാനി. അതുകൊണ്ട് തന്നെയാണ് ആവേശം മൂത്ത് മംദാനി തള്ളിയത് നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന്.
ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തലവനും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുമുള്ള വ്യക്തിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് അത്തരമൊരു ഉത്തരവിടാൻ സാക്ഷാൽ ട്രംപിന് പോലും കഴിയില്ല എന്നതാണ് വാസ്തവം. പിന്നെയാണ് ന്യൂയോർക്ക് മേയർ മംദാനിയുടെ ഈ ആവേശത്തെ കണക്കറ്റ് പരിഹസിച്ചുകൊണ്ട് സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് കേൾക്കേണ്ടതാണ്. നെതന്യാഹു എന്തെങ്കിലും കാരണത്താൽ ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു രാഷ്ട്ര തലവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ച പോലും സഹായിക്കില്ല. കാരണം ഈ രാഷ്ട്ര തലവന്മാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, രാഷ്ട്ര തലവന്മാരുടെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, നയതന്ത്ര പ്രതിനിധികൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ പോലും അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാനോ ശിക്ഷിക്കാനോ ഒരു രാജ്യത്തിനും അധികാരമില്ല. അദ്ദേഹം ഈ കേൾവിക്കാരെ ഇളക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അതിനുള്ള അധികാരമൊന്നും ന്യൂയോർക്ക് മേയർക്കില്ല. ഇതേ വലിയൊരു ഇസ്രായേൽ വിരുദ്ധനും പാലസ്തീൻ അനുകൂലിയുമാണ്. ഈ ന്യൂയോർക്ക് നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കഴിഞ്ഞ് ഈ യുദ്ധത്തിൽ മരിച്ച, രണ്ടാം ലോക യുദ്ധത്തിൽ മറ്റും മരിച്ച ധീര സൈനികരുടെ പേര് വിവരം രേഖപ്പെടുത്തിയൊരു വലിയ മതിലുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തുല്യ നിലയിൽ തുല്യ ഉയരവും തുല്യ വണ്ണവും ഉള്ള മറ്റൊരു പോസ്റ്റ് ഉണ്ട്, ഫ്ലാഗ് പോസ്റ്റ്. ആ പോസ്റ്റിൽ പാറിപ്പറക്കുന്നത് ഇസ്രായേലിൻ്റെ പതാകയാണ്. ഈ സുഹ്റാൻ മംദാനിക്ക് എന്തെങ്കിലും ആർജവമുണ്ടെങ്കിൽ, അത് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ ആ പതാക ഒന്ന് അഴിപ്പിക്കട്ടെ. അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തു കയ്യാമം വെച്ച് വഴി കൂടെ എടുത്തു. അതൊന്നും അവിടെ നടക്കില്ല. പല 50 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്ക് സംസ്ഥാനത്തെ ഒരു നഗരമാണ് ആ ന്യൂയോർക്ക് നഗരം. ന്യൂയോർക്കിലെ മേയർ എന്ന് പറഞ്ഞാൽ താത്വികമായിട്ട് നമ്മുടെ തിരുവനന്തപുരം മേയർ അല്ലെങ്കിൽ കൊച്ചി മേയർ, തൃശ്ശൂർ മേയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മേയർ മാത്രമാണ്, ഒരു ലോക്കൽ ബോഡി തലവൻ മാത്രമാണ്. ന്യൂയോർക്ക് വലിയ ഒരു നഗരമായതുകൊണ്ടും അവരുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബഡ്ജറ്റിന് ഏതാണ്ട് 4 ഇരട്ടി ഉള്ളതുകൊണ്ടും പിന്നെ ആ നഗരത്തിന്റെ പ്രത്യേകത കൊണ്ടും ഇദ്ദേഹം വഹിക്കുന്ന പദവി കൊണ്ടും ചെറുപ്പം കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി എന്ന് മാത്രമേ. അല്ലാതെ അതിൽ കവിഞ്ഞ അധികാരമൊന്നും അദ്ദേഹത്തിന് ഇല്ല. ഇസ്രായേലിനെതിരായിട്ടോ അല്ലെങ്കിൽ ഉത്തര കൊറിയക്കെതിരായിട്ടൊന്നും യുദ്ധം പ്രഖ്യാപിക്കാനോ ഫ്രാൻസിലേക്കോ ജർമ്മനിയിലേക്കോ ഒന്നും 7 കപ്പൽപ്പട അയക്കാനോ ന്യൂയോർക്ക് മേയർ വിചാരിച്ചാൽ പറ്റിയില്ല. പുള്ളി ഒരു മേയർ മാത്രമാണ്. പിന്നെ വർത്തമാനം പറയുമ്പോൾ വലിയ വായിൽ വർത്തമാനം പറയും എന്നുള്ളത് അദ്ദേഹത്തിന് ചെറുപ്പം കൊണ്ടായിരിക്കാം, പക്വത കുറവുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അതിൽ കവിഞ്ഞ കാര്യമൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുകയില്ല. ന്യൂയോർക്ക് മേയറായി ജയിച്ചു എന്ന് കരുതി ഇപ്പോൾ തന്നെ മംദാനി ട്രംപിനെ പൊക്കം വിടുമെന്ന് പറഞ്ഞ് രോമാഞ്ച കഞ്ചുകന്മാരായി നടക്കുന്നവരുടെ അറിവിലേക്ക് ഇത്രയേ ഉള്ളൂ മംദാനി എന്ന് സാന്ദർഭികമായി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മംദാനിയുടെ വിജയത്തെ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അതിശക്തമായ ആവേശത്തോടെ ആഘോഷിക്കുകയും ടിയാൻ അമേരിക്ക മുഴുവൻ പിടിച്ചടക്കി എന്ന മട്ടിൽ ആഘോഷിക്കുകയും ട്രംപ് ഇനി കട്ടയും പടവും മടക്കിയെടുത്ത് വീട്ടിലിരിക്കേണ്ടി വരുമെന്നും ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ CPMകാരും DYFIക്കാരുമെല്ലാം മംദാനിയുടെ കയ്യിൽ അവർ ഒരു അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളവും കൊടുത്തുകൊണ്ട് ആഘോഷിക്കുന്നത് ന്യൂയോർക്ക് മേയറായി നമ്മുടെ സഖാവ് ജയിച്ചു എന്ന മട്ടിലാണ്. മംദാനിയുടെ വിജയത്തിന്റെ പിന്നിൽ അഖില ലോക ഇസ്ലാമിസ്റ്റുകളുടെ കൃത്യമായ അജണ്ടയുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ കിടന്നു തുള്ളുന്നത് കാണുമ്പോൾ ഇവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ എത്രത്തോളം ഭരിതമാക്കപ്പെട്ടു പോയി എന്ന് അറിയാതെ ഓർത്തു പോവുകയാണ്. കാരണം മംദാനി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അയാൾ കമ്മ്യൂണിസ്റ്റായ കാര്യം. അതിനവർ പറയുന്നത് ട്രംപാണ് മംദാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചത് എന്നാണ്. എന്നാൽ ട്രംപ് മംദാനിയെ വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നില്ല, മറിച്ച് ഭ്രാന്തനായ കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു എന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. അപ്പോഴാണ് മംദാനി ട്രംപിനെ ഇപ്പോൾ തന്നെ മൂക്കിൽ കയറ്റുമെന്നുള്ള ഇവരുടെ അപഹാസ്യമായ തള്ള്. അതിലേറ്റവും കൗതുകകരമായി തോന്നിയത് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ന്യൂയോർക്ക് മേയർ മംദാനിയെ ജനകീയ ആസൂത്രണ മാതൃക നേരിട്ട് കാണാൻ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു എന്നതാണ്. സംഗതി കലക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ KSRTC ബസ്സിൽ വരരുത് എന്നും വന്നാൽ വഴി വിലങ്ങി റോഡിലിട്ട് മംദാനിയെ തല്ലുമെന്നും കാഞ്ഞ ഹ്യൂമർ സെൻസ് ഉള്ള കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റത്തിനും ഇസ്ലാമിക തീവ്രവാദത്തിനുമെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും അധികാരസ്ഥനായത് യാഥാസ്ഥിതിക അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ കാര്യമായിരുന്നു. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് ഉറച്ചു പ്രസ്താവിച്ചുകൊണ്ട് അധികാരമേറ്റ ട്രംപ് പറഞ്ഞത് അക്ഷരം പ്രതിയായി നിറവേറ്റി തുടങ്ങിയതോടെ തങ്ങളുടെ നിലനിൽപ്പിന് കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നറിഞ്ഞ് ആസൂത്രിതമായ അട്ടിമറി ശ്രമങ്ങളുമായി ഡെമോക്രാറ്റിക്കുകളും അവരുടെ വോട്ട് ബാങ്കായ വോക്കിസ്റ്റ് ചേരികളും അതിശക്തമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്.
എക്കാലത്തും അനധികൃത കുടിയേറ്റത്തെയും ദൈവവിരുദ്ധതയെയും അസന്മാർഗികതയെയും ആവോളം പാലൂട്ടി പരിപോഷിപ്പിച്ച ഡെമോക്രാറ്റുകളും അവരുടെ ഏറാൻ മൂളികളായി നിന്ന് അമേരിക്കയെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഇടത് സ്വതന്ത്ര ഇസ്ലാമിക ചേരികളും ഏത് വിധേനയും ട്രംപിന്റെ നീക്കങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് അതിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മംദാനിക്ക് അവരെല്ലാം പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂയോർക്കിലെ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്ന് നികുതിയുടെ പേരിൽ വലിയ സാമ്പത്തികം പിരിച്ചെടുത്ത് കുടിയേറ്റക്കാരായ ദരിദ്ര നാരായണന്മാരെ പോറ്റാമെന്നുള്ള മംദാനിയുടെ ഒരിക്കലും നടപ്പിലാകാത്ത തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അങ്ങനെയൊക്കെയാണ് അവിടെ ക്ലിക്ക് ആയത് എന്നുള്ളതാണ് വാസ്തവം. അമേരിക്കയിൽ വളർന്നു വരുന്ന ദൈവവിരുദ്ധതയുടെയും നിരീശ്വരവാദത്തിന്റെയും അബോർഷനിസ്റ്റുകളുടെയും സ്വവർഗ ആസക്തിക്കാരുടെയും എല്ലാം തട്ടകം മാത്രമല്ല തട്ടിമ്പുറൻ കൂടിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. അത്തരം ആക്ടിവിസ്റ്റുകൾക്ക് ആവശ്യമായ വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തുകൊണ്ട് അവിടെ വിന്യസിക്കുന്ന ഡെമോക്രാറ്റുകളുടെയും മേൽപ്പടിയാന്മാരുടെയും ഒക്കെ ഡെലിഗേറ്റായി കളത്തിലിറങ്ങി അവരുടെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കിയ മംദാനി ജയിച്ചതിൽ അത്ര വലിയ ആശ്ചര്യമൊന്നുമില്ല. ന്യൂയോർക്കിലെ മറ്റൊരു ഭൂരിപക്ഷമായ ക്രൈസ്തവ യഹൂദ ജനവിഭാഗത്തെ കടുത്ത അസഹിഷ്ണുതയോടെ കാണുന്ന മംദാനിയെ മതേതരനായി ഡെക്കറേറ്റ് ചെയ്യാൻ ബന്ധപ്പെടുന്നവരുമുണ്ട്. എന്നാൽ കറതീർന്ന ഇസ്ലാമിസ്റ്റ് തന്നെയാണ് മംദാനി എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് തെരഞ്ഞെടുക്കപ്പെടുന്നു എങ്കിൽ അതവന്റെ വ്യക്തിത്വത്തിന്റെ പരിഗണനയാണ് എന്നത് പറയുന്നവരാണ് മിക്കവരും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇസ്ലാമിക നേതാക്കന്മാരെ കണ്ട് മംദാനി പറഞ്ഞ ചില കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴാണ് ഇയാളുടെ അജണ്ട എന്തായിരുന്നുവെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ 10 ലക്ഷം പേരുണ്ട് എന്നും ന്യൂയോർക്ക് സിറ്റിയും ന്യൂയോർക്കിലെ ഭരണസിരാ കേന്ദ്രങ്ങളും നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നും ഈ അവസരം നമ്മൾ പൂർണ്ണമായി വിനിയോഗിക്കണം എന്നുമായിരുന്നു ഇയാൾ അവിടെ പറഞ്ഞു വെച്ചത്. അതായിരുന്നു ഇയാളുടെ അജണ്ട. മുൻപ് തന്നെ അത്തരത്തിലുള്ള ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. ഏതായാലും മംദാനിയുടെ വിജയത്തോടെ കട്ടക്കലിപ്പിലായ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഓപ്പറേഷനുകൾ ന്യൂയോർക്കിൽ നടപ്പിലാക്കില്ല എന്ന് വാദിച്ച് രംഗത്തിറങ്ങിയ മംദാനിക്കെതിരെ അതിശക്തമായ നിലപാടുകളുമായി ട്രംപ് ഉറച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏത് രാജ്യങ്ങളിലായാലും അവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ രാജ്യത്തെ തന്നെ ജനാധിപത്യ പ്രക്രിയയിലൂടെ നുഴഞ്ഞു കയറുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അവലംബിക്കുന്ന പരമ്പരാഗതമായ രീതികൾ. ഇവിടെയും അവർ വർക്കൗട്ട് ആക്കിയിരിക്കുന്നത് അത് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് മംദാനിയെ ജയിപ്പിച്ചവർക്കെല്ലാം മുട്ടൻ പണി പുറകെ വരുന്നുണ്ട് എന്നാണ് കേട്ടുകേൾവി. ന്യൂയോർക്കിൽ നിന്ന് മാധ്യമ പ്രവർത്തകനായ ജോസ് ജോർജ് മല്ലികശ്ശേരി ഷെക്കാനായോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കോർപ്പറേഷന്റെ ആസറ്റ് ഉള്ള ഫണ്ട് വെച്ചുകൊണ്ട്, ഇപ്പോഴത്തെ ഫണ്ട് വെച്ചുകൊണ്ട് ഈ ഒരു പണി നടക്കില്ല. ഈ പറയുന്ന അതിന്റെ ബഡ്ജറ്റുകൾ വെച്ചുകൊണ്ട് ഇപ്പൊ തന്നെ വലിയ ഡെഫിസിറ്റിൽ ഓടുന്ന ബഡ്ജറ്റാണ് ന്യൂയോർക്ക് കോർപ്പറേഷനുള്ളത്. അപ്പൊ ഈ മേയറെ സംബന്ധിച്ച് ഇദ്ദേഹം ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ആദ്യം ന്യൂയോർക്ക് സ്റ്റേറ്റ് ആണ് ഇദ്ദേഹത്തിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 2 ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി പിന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റാണ് ഇദ്ദേഹത്തിന് ഫണ്ട് റിലീസ് ചെയ്യേണ്ടത്. ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തിന് മത്സരത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഫെഡറൽ സിസ്റ്റത്തിൽ ഇദ്ദേഹത്തിന് ഫണ്ട് കിട്ടുന്ന കാര്യത്തിൽ ഇദ്ദേഹമാണ് ജയിക്കുന്നതെങ്കിൽ ന്യൂയോർക്ക് സിറ്റി കുറച്ച് വേർക്കേണ്ടി വരും എന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ന്യൂയോർക്ക് സ്റ്റേറ്റുമായി ഇദ്ദേഹത്തിന്, ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ പ്രൈം മിനിസ്റ്റർ ഗവർണറുമായി ഇദ്ദേഹത്തിന് നല്ല ബന്ധമാണുള്ളത്. സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ഇദ്ദേഹത്തിന് ലഭിക്കും എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലത്തെ 1 മില്യൺ ഹൗസുകളുടെ 10 ലക്ഷം ഹൗസുകളുടെ റെന്റ് ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. അത്തരം ഒരു ഫണ്ട് കണ്ടെത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരികയില്ല. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ഫ്രീ ബസ്സിൽ പോകാന്ന് പറഞ്ഞ പോലെ അല്ല ഇവിടെ പറയുന്നത്. എല്ലാവരും ബസ്സിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളാനാണ് പറയുന്നത്. അപ്പോൾ ബസ്സിൽ ഫ്രീ ആയിട്ട് പോകുന്നു, മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഫ്രീ ആയിട്ടുള്ള ബേബി സിറ്റിംഗ് കൊടുക്കാമെന്ന് പറയുന്നു. ഇതൊക്കെ നടപ്പാവാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല. പക്ഷെ അദ്ദേഹം പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ, അതായത് ഞാനൊരു മുസ്ലിമാണ്, ഐ എം ആന്റി സെമിറ്റിക് ആണ്, ഇതൊക്കെ അദ്ദേഹം ഇന്നലെ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രഖ്യാപനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ അല്ല ഇദ്ദേഹം. വിച്ച് മീൻസ് ദാറ്റ് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവർണർ ഇലക്ഷൻ പോലെയോ ഉള്ള ഒരു ക്യാമ്പയിനിൽ ഇദ്ദേഹത്തിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇദ്ദേഹം അവിടെ ഇലക്ട് ചെയ്യപ്പെട്ടതെന്നാണ് ഇലക്ഷൻ അനാലിസിസ് സൂചിപ്പിക്കുന്നത്. മംദാനിയെ ജയിപ്പിച്ചതുപോലെ കുടിയേറ്റക്കാരും ഡെമോക്രാറ്റുകളും ചേർന്നാണ് കാലിഫോർണിയയിലും മുൻപ് മേയർ സ്ഥാനം പിടിച്ചത്. ഫലമോ നിഗൂഢമായ അജണ്ടകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ ആവോളം പ്രോത്സാഹിപ്പിച്ച ഡെമോക്രാറ്റുകളുടെ കാലിഫോർണിയൻ ഭരണകൂടവും അവർക്കൊപ്പം വോക്കിസ്റ്റുകളും ചേർന്ന് ലോസ് ആഞ്ചൽസിനെ ആസൂത്രിത കലാപത്തിന്റെ തട്ടകമാക്കി മാറ്റിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അന്ന് അങ്ങേയറ്റം അക്രമാസക്തമായ ആ പ്രതിഷേധങ്ങൾക്കിടയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നത് പലസ്തീന്റെയും മെക്സിക്കോയുടെയും സോവിയറ്റ് യൂണിയന്റെയും പതാകകളായിരുന്നു. പലസ്തീൻ കഫിയ തലയിൽ കെട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നവരെയും ഫ്രെയിമിൽ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടതാണ്.
മാത്രമല്ല അമേരിക്കയുടെ പതാകകൾ നിലത്തിട്ട് തീ കൊളുത്തുകയും ആ സമയത്ത് മറ്റ് പ്രകടനക്കാരുടെ ഒരു കൂട്ടം അവരെ നോക്കി പ്രോത്സാഹിപ്പിക്കുകയും ചില പ്രകടനക്കാർ കത്തുന്ന അമേരിക്കൻ പതാകകളിൽ തുപ്പുകയും ചാമ്പലാക്കൂ എന്ന് തുടരെ ആക്രോശിക്കുകയും വിദേശ പതാകകൾ വഹിച്ചുകൊണ്ടുള്ള കലാപകാരികൾ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്യുന്നത് ലോകം മുഴുവൻ വ്യക്തമായി കാണുകയും ചെയ്തതാണ്. ലോസ് ആഞ്ചൽസ് പ്രവിശ്യയിൽ നിന്ന് അറസ്റ്റിലായവരിൽ ബാലപീഡകരും കൊലപാതകികളും ഉണ്ടായിരുന്നു. അവരായിരുന്നു കൂടുതലും. ഏതായാലും നഗരത്തെ കലാപകലുഷിതമായ അരക്ഷിതാവസ്ഥയിൽ അങ്ങനെ ലൈവായി നിർത്തുക എന്നത് മാത്രമാണ് മംദാനിയെ പിന്തുണച്ച സംഘടിത ശക്തികളുടെ ലക്ഷ്യം. ന്യൂയോർക്കിൽ അതിന്റെ ആചാരക്കതിന ഉടനെ തന്നെ മുഴങ്ങും. അന്ന് മംദാനിക്ക് വോട്ട് ചെയ്ത ശുദ്ധാത്മാക്കൾ നിലവിളിക്കുക തന്നെ ചെയ്യും. എല്ലാത്തിനും കാലം സാക്ഷി. ബാക്കി ഞങ്ങൾ അന്ന് പറയാം. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.